ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ PSC ചാനൽ. ഇന്ന് നമ്മൾ കേരളത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി. ആൻസർ സർദാർ KM പണിക്കർ. കൊച്ചി മഹാരാജാവ് കവി തിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവ്. ആൻസർ G. ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിൽ കൊച്ചി രാജ്യത്ത് അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ഡോക്ടർ AR മേനോൻ. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ്. കൊച്ചി പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം. ഉത്തരം 1964. ടിപ്പു നെടുങ്കോട്ട ആക്രമിച്ചത് ഏത് വർഷത്തിൽ? AD 1789. ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രമെന്ന് നിരൂപകർ വിലയിരുത്തിയ കവി കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യം. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജുബ്ബ രാമകൃഷ്ണ പിള്ള. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ കേരളത്തിൽ ആരംഭിച്ച സ്ഥലം പാലക്കാട്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർ തോൽപ്പിച്ച യുദ്ധം. ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലാവധിയുണ്ടായിരുന്ന നിയമസഭ 4ാം നിയമസഭ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിത KR ഗൗരിയമ്മ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. കേരളത്തിൽ ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1960. കേരളത്തിലെ ആദ്യ നൃത്യ നാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമ. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ് KM മാണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്നത് അബു ഖാദർ കുട്ടിനഹ. കേരളത്തിൽ ജനകീയാസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി 1996 ഓഗസ്റ്റ് 17. കൊച്ചിയിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷത്തിൽ? AD 1854. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം പഴശ്ശി വിപ്ലവം. കേരളത്തിൽ ജനകീയാസൂത്രണം തുടങ്ങിയത് എത്രാം പഞ്ചവത്സര പദ്ധതിയിൽ? 9ാം പഞ്ചവത്സര പദ്ധതിയിൽ. കേരളത്തിലെ ആദ്യത്തെ DGP ആരായിരുന്നു? T അനന്തശങ്കര അയ്യർ. കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്ത്? രാജശേഖര വർമ്മ. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് വേണാട്ടിലെ രാജാവ് ആരായിരുന്നു? ധർമ്മരാജാവ്. തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി സേതു ലക്ഷ്മിഭായ്. സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര സീറ്റ് നേടി? 60. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം? AD 1498. ഏത് ശതകത്തിലാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ വന്നത്? AD 1ാം ശതകം. തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രി പദത്തിലെത്തിയ ആദ്യ മലയാളി കോങ്ങാട്ടിൽ രാമൻ മേനോൻ. മദ്രാസ് സംസ്ഥാനത്തിലാണ് വന്നത്.
മയ്യഴിയിൽ ഫ്രഞ്ചുകാർ താവളമുറപ്പിച്ചത് ഏത് വർഷത്തിൽ? AD 1725. കേരളത്തിൽ മൂല്യവർദ്ധിത നികുതി നിയമം നടപ്പിൽ വന്നത് എന്ന്? 2005 ഏപ്രിൽ 1. മൂഷക വംശത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ സ്ഥലം? കോലത്തുനാട്. അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്ത തിരുവിതാംകൂർ ദിവാൻ? CP രാമസ്വാമി അയ്യർ. സ്ത്രീകളെക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. AD 644 കേരളം സന്ദർശിച്ച അറബി സഞ്ചാരി? മാലിക് ബിൻ ദിനാർ. എളയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിനോട് ചേർത്തത് ഏത് വർഷത്തിൽ? AD 1742. എവിടത്തെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ? കൊച്ചി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കേളപ്പൻ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി ജഡ്ജി? പറക്കുളങ്ങര ഗോവിന്ദ മേനോൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ? NV കൃഷ്ണവാര്യർ. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? നൂറനാട്. കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം? ആലപ്പുഴ. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപം കൊണ്ടത്? ടിപ്പു. പറങ്കിപ്പടയാളി എന്ന കൃതി രചിച്ചത്? സർദാർ KM പണിക്കർ. നായർ സാൻ എന്നറിയപ്പെട്ടത്? നായർ സാൻ. നായർ സാൻ എന്നറിയപ്പെട്ടത്? A മാധവൻ നായർ. സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് തിരുവിതാംകൂറിലെ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും വേർപെടുത്തിയ താലൂക്കുകൾ ഇപ്പോൾ ഏത് ജില്ലയുടെ ഭാഗമാണ്? കന്യാകുമാരി. സംക്ഷേപ വേദാർത്ഥം എന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത്? 1772. സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നുമാണ്? റോം. സ്യാനന്തപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരം? തിരുവനന്തപുരം. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഇടുക്കി. സിസ്റ്റർ അൽഫോൺസായുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഭരണങ്ങാനം. വേണാട് രാജാക്കന്മാരുടേതായി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനം? തരിസാപ്പള്ളി ചെപ്പേടുകൾ. സർദാർ KM പണിക്കരുടെ മുഴുവൻ പേര്? കാവാലം മാധവ പണിക്കർ. ഗവർണറായ ആദ്യ മലയാളി? VP മേനോൻ. ദൈവദശകം രചിച്ചത്? ശ്രീനാരായണ ഗുരു. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത്? ഉത്രം തിരുനാൾ. പോർട്ടുഗീസുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? കൊച്ചി. പോർട്ടുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? കൊച്ചി. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിരിക്കുന്നു, സോറി. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി? റോസമ്മ പുന്നൂസ്. തിരുവിതാംകൂറിൽ ആദ്യമായി കാനേഷുമാരി ഏതു വർഷത്തിൽ ആണ് നടന്നത്? AD 1834. തിരുകൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ്? ചിത്തിര തിരുനാൾ. സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്? P കൃഷ്ണപിള്ള. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ്? MP പോൾ. ഇംഗ്ലീഷുകാർ തലശ്ശേരിയിൽ കോട്ട നിർമ്മിച്ചത് ഏത് വർഷത്തിൽ? AD 1708. കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്നത്? ആലപ്പുഴ. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? കേരളം. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി? AK ആന്റണി. രാജേന്ദ്ര ചോളന്റെ കേരളാക്രമണം ഏതു വർഷത്തിൽ? AD 1019. കാലാവധിയായ 5 വർഷം തികച്ച കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ സ്പീക്കർ? M വിജയകുമാർ. കുട്ടനാട്ടിലെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? തകഴി. കുഞ്ചൻ നമ്പ്യാർ ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത്? അമ്പലപ്പുഴ. കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്?
നെടുങ്ങാടി ബാങ്ക് 1899 തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി 1821. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ്? തിരുവനന്തപുരം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. കേരളം നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. കേരള മുഖ്യമന്ത്രിമാരിൽ ഗവർണറായി നിയമിതനായ ഏക വ്യക്തി പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രിമാരിൽ 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിക്കുമ്പോൾ ദിവാനായിരുന്നത് T മാധവറാവു. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം 1961. കേരളത്തിലെ ആദ്യ വനിതാ കോളേജ് സ്ഥാപിതമായത് എവിടെ? തിരുവനന്തപുരം. ഗാന്ധിജിയെക്കുറിച്ചുള്ള എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗം റോസമ്മ പുന്നൂസ്. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചു അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം R ബാലകൃഷ്ണപിള്ള. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് MN ഗോവിന്ദൻ നായർ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇന്ത്യയിൽ പ്രഥമമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്തു അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? തിരുവിതാംകൂർ. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ അറബികൾ. കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല കോട്ടയം. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കുലശേഖരവർമ്മ. 13-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലി. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.